ഇത് മാത്രം നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചിന്തിച്ചു വന്നവരാണെങ്കിലും ഇത് മാത്രം കേട്ടാൽ മതി. ഏലിയ പ്രവാചകനെ എന്തിനാ ആ നാട്ടിലെ പൈസക്കാരൻ്റെ വീട്ടിലേക്ക് വിടാഞ്ഞത്? ഏലിയ പ്രവാചകന് നല്ലപോലെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ വീടുകൾ ആ പഞ്ചായത്തിൽ വേറെ കാണില്ലേ? എന്തിനിങ്ങോട്ട് അയച്ചു? ദൈവ പദ്ധതിയാണ്. നമുക്ക് സ്നേഹം മാത്രം പോരാ, പ്രാർത്ഥന മാത്രവും പോരാ, കരുണയുള്ള ഒരു മനസ്സും കൂടി വേണം. പണത്തേക്കാൾ സൗന്ദര്യമുള്ളതാണ് സ്നേഹം. പണത്തേക്കാൾ വിലയുള്ളതാണ് സ്നേഹം. പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, സ്നേഹമില്ലെങ്കിൽ എല്ലാം പോയി. ഈ നല്ല ദിവസത്തിന് നന്ദി പറഞ്ഞ് ഇവിടം വരെ വരാനും ഇങ്ങനെയൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആയുസ്സും ആരോഗ്യവും സമയവും അവസരവും എല്ലാം ഒരുക്കി തന്ന സർവശക്തനായ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനയാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. പ്രാർത്ഥനയാണ് അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത്. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ആത്മാവും എല്ലാം ഇപ്പോൾ സമർപ്പിക്കുകയാണ്. ഓരോ ശുശ്രൂഷയും ഓരോ അനുഗ്രഹത്തിൻ്റെ വാതിലുകളാണ്. ചില നല്ല തുടക്കങ്ങൾ ദൈവം നമ്മളിൽ തുടങ്ങുന്ന സമയമാണ്. ഏത് പൊട്ടക്കിണറ്റിലാണെങ്കിലും അവിടെ പൊട്ടിത്തകർന്നു പോകാതെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും നിനക്കൊരു നല്ല ജീവിതം തരാൻ, നിനക്കൊരു നല്ല ഭാവി തരാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കങ്ങ് വിശ്വസിക്കാം. സാഹചര്യങ്ങളൊന്നും ഒട്ടും അനുകൂലമല്ല. ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. പക്ഷെ ആ പൊട്ടക്കിണറിൽ ജോസഫ് എന്ന വ്യക്തിയുടെ ജീവിതം പൊട്ടിത്തകർന്നു പോയി എന്നെഴുതിയിട്ടില്ല. പ്രതികൂല സാഹചര്യമാണേലും എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി പൊട്ടിത്തകർന്നു പോകില്ല. ആ ജോസഫിനെ ദൈവം ഒരു രാജാവിൻ്റെ സ്ഥാനവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. ഇതൊരു നല്ല സമയമാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നും ആകാൻ പറ്റിയിട്ടില്ല ചിലർക്ക്. എല്ലാം ഉണ്ട്, പക്ഷേ അവർ പറയുന്നു എൻ്റെ ഭാവി പോയി, ജീവിതം പോയി, സന്തോഷമില്ല, എല്ലാവരും എതിരാണ്, ഞാൻ തോറ്റുപോയി, ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് പറയുകയാണോ? ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിലൊരു പച്ചപ്പുണ്ടാകാൻ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വന്നിട്ടുണ്ട്. യേശു ഇവിടെ ഉണ്ട്. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നു. വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതുന്ന സ്ഥലമാണിത്. സിനിമയിലൊക്കെ ഉള്ളതുപോലെ തിരക്കഥയുണ്ട്, ജീവിതത്തിനുമുണ്ട് തിരക്കഥ. നമ്മൾ പലരും പറയും എൻ്റെ കഥയൊക്കെ തീർന്നു, എൻ്റെ ജീവിതമൊക്കെ അങ്ങ് അവസാനിച്ചു. ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതാൻ ദൈവത്തിന് പറ്റും. ആമേൻ. ഇന്നുവരെയുള്ള ജീവിതത്തെ നോക്കിയിട്ട് വെറുതെ പോലും പറയണ്ട എനിക്കൊരു ഭാവിയില്ല ഇനി എന്ന് പറയരുത്. നല്ലൊരു ജീവിതം തരാൻ
ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57 അധ്യായം 18 വാക്യം, അവനെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാകും. ആമേൻ. നന്ദിയുടെ കീർത്തനങ്ങൾ ഉയരാൻ ദൈവം ഇടയാക്കും. ആമേൻ. നിങ്ങൾ എഴുതി സമർപ്പിച്ച നിയോഗങ്ങളെല്ലാം ഓർത്ത് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഈ സമയം ആയുസ്സിലെ ഏറ്റവും നല്ല സമയമാക്കി മാറ്റണമേ. ആമേൻ. ഈ പ്രാർത്ഥിക്കുന്ന ഈ മഴയും മഞ്ഞും കോടയും തണുപ്പുമൊക്കെ പുറത്തുള്ള സമയത്ത് മഴ നനഞ്ഞും എറിച്ചിലടിച്ചും തണുപ്പും ക്ഷീണവും ഒക്കെയുള്ള ശരീരവുമായി ഇവിടെ വന്നിട്ടുള്ളവരോടെല്ലാം പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഈ സമയം ആയുസ്സിലെ ഏറ്റവും നല്ല സമയമായി മാറട്ടെ. ആമേൻ. അത് നിങ്ങൾ ആഗ്രഹിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് എത്രയുണ്ടെന്നറിയത്തില്ല, ഇനിയുള്ള എൻ്റെ മുമ്പോട്ടുള്ള മരണം വരെയുള്ള ജീവിതം മനോഹരമാകാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഇന്നു മുതൽ മരണം വരെയുള്ള എൻ്റെ ജീവിതം മനോഹരമാകാൻ ഇടയാകണമേ. ആമേൻ. പ്രാർത്ഥിക്കുന്ന ഈ സമയം ആയുസ്സിൽ ഏറ്റവും നല്ല സമയമായി മാറട്ടെ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുവാണ്. കർത്താവേ, ജീവിതം ഇരുട്ടിലായി പോകാതെ വെളിച്ചം നൽകി കൈപിടിച്ച് നടത്തണമേ. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാമോ? മനസ്സിലെങ്കിലും ജീവിതം ഇരുട്ടിലായി പോകാതെ കൈപിടിച്ച് വെളിച്ചം നൽകി കൈപിടിച്ച് നടത്തണമേ. ആമേൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതം ഇരുട്ടിലായി പോകാതെ വെളിച്ചം നൽകി കൈപിടിച്ച് നടത്തണമേ. കൈപിടിച്ച് നടത്തണമേ. കൈപിടിച്ച് നടത്തണമേ. കൈപിടിച്ച് നടത്തണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത ഭാഗം കേട്ടെ. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില സങ്കടങ്ങളുള്ള അനുഭവങ്ങളെ ഇന്ന് പ്രാർത്ഥനയിലൂടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ ഒരു കൃപ തരണേന്ന് പ്രാർത്ഥിച്ച്. എത്ര നോക്കിയിട്ടും എത്രയൊക്കെ വലിച്ചെറിയാൻ നോക്കിയിട്ടും മനസ്സിൽ നിന്ന് ചില വേദനകൾ അങ്ങോട്ട് പോകുന്നില്ല, ചില വിഷമങ്ങളും സങ്കടങ്ങളും മാറുന്നില്ല. ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ, നാളുകളായി മനസ്സിനകത്ത് വേദന തന്നുകൊണ്ടിരിക്കുന്ന ചില അനുഭവങ്ങളെ എൻ്റെ മനസ്സിൽ നിന്നൊന്ന് മായ്ച്ചു കളയാൻ ഒരു കൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നമുക്ക് തോന്നി എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നിയപ്പോൾ, എല്ലാം അവസാനിച്ചു പോയി മരിച്ചേക്കാമെന്ന് പോലും ചിന്തിച്ചപ്പം പുതിയ വഴി വെട്ടിത്തന്ന് നടത്തിയവൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. ആമേൻ. ജീവിതം അവസാനിച്ചു, ഇനി ഒരു സാധ്യത തോന്നുന്നില്ലെന്ന് പറഞ്ഞ സമയത്ത് പോലും പുതിയ വഴി വെട്ടിത്തന്ന് ടോർച്ചടിച്ച്, നമ്മൾ രാത്രിയിലൊക്കെ പോകുമ്പം മുന്നിൽ പോകുന്ന ആൾ ടോർച്ചടിച്ച് പോകുമ്പോൾ പുറകെ പോകാൻ ഒരു ധൈര്യമാണ്. ഇതുപോലെ വഴികൾ അടഞ്ഞപ്പോൾ ജീവിതത്തിൽ മുന്നിലൊരു വഴിവിളക്കുമായി മുന്നിൽ പോയ ദൈവദൂതന്മാരുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും അതുണ്ട്. പ്രാർത്ഥിക്കുക. ഇങ്ങനെയും കൂടെ പ്രാർത്ഥിച്ച്, ജനിച്ച് ജീവിച്ച നാളിലെ പല ദുഃഖങ്ങളും വേദനകളും മായ്ച്ചു കളയാൻ കഴിവുള്ള സ്നേഹമുള്ള മനുഷ്യരെ എൻ്റെ ജീവിതത്തിൽ എത്തിക്കണമേ. പ്രാർത്ഥനയുള്ള മനുഷ്യരെ എൻ്റെ ജീവിതത്തിൽ എത്തിക്കണമേ. ആമേൻ. ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, നമ്മുടെ ഈ കണ്ട പ്രായം വരെ ജീവിച്ച നമ്മുടെ മനസ്സിൽ കുറേ സങ്കടങ്ങളുണ്ട്, കുറേ വെട്ടുകിട്ടിയ, ഇടികിട്ടിയ, ചതകിട്ടിയ, വാക്കിലൂടെ മുറിവേറ്റ കുറേ അനുഭവങ്ങളുണ്ട്. അതൊക്കെ മായ്ച്ചു കളയാൻ കഴിയുന്ന, ആ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മായ്ച്ചു കളയാൻ കഴിയുന്ന പ്രാർത്ഥനയുള്ള നല്ല മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. എല്ലാ ആവശ്യങ്ങളെ ഓർത്ത് ഇങ്ങനെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ജീവിതം പഠിക്കാൻ തന്ന
എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ആമേൻ. ജീവിതം പഠിക്കാൻ തന്ന എല്ലാ ബന്ധങ്ങൾക്കും നന്ദി. ഹല്ലേലൂയ. ജീവിതം പഠിക്കാൻ തന്ന ഓരോ സന്തോഷത്തിനും നന്ദി, ഓരോ ശുശ്രൂഷയ്ക്കും നന്ദി. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടായതേ ജീവിതം പഠിക്കാനാണ്. ആമേൻ. ചിലരോട് നമ്മൾ പറയില്ലേ, നീ ഇത്രയും കണ്ടിട്ട് ഒന്നും പഠിച്ചില്ലല്ലോ. ജീവിതം പഠിക്കാൻ തന്ന പല അനുഭവങ്ങൾക്കും നന്ദി. മനുഷ്യരെ പഠിക്കാൻ തന്ന പല അനുഭവങ്ങൾക്ക് നന്ദി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ഒരുമിച്ച് പാടുമോ? ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പറയുമോ? പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും, യുവതി യുവാക്കൾ, മക്കൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇരിക്കാം. ഹല്ലേലൂയ. അല്പനേരം നിന്നും ഇരുന്നുമൊക്കെയും നമ്മൾ പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ആയിരുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം പല നാട്ടിൽ നിന്ന് വന്നവർക്ക് ഈ സ്ഥലമൊക്കെ പ്രത്യേകതയായിട്ട് തോന്നും. മുഴുവൻ മഞ്ഞും തണുപ്പും ഒക്കെയുള്ള ഒരു സ്ഥലമാണിത്. ദൂരെ നിന്ന് വന്നവർക്കത് കാണുന്നത് ഭംഗിയായി ഇഷ്ടപ്പെടും. നിങ്ങളുടെ നാട് പോലെ ആയിരിക്കില്ല ഈ നാട്. ഈ സ്ഥലം ഒരുപാട് പേർക്ക് പുതിയതായിരിക്കും. താഴ്നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് പ്രത്യേകതയായിട്ട് തോന്നും. ഇത് കേരളത്തിൻ്റെ ഒരു അതിർത്തിയാണ്. ഇവിടുന്ന് 4-5 കിലോമീറ്റർ അപ്പുറം തമിഴ്നാടാണ്. ഊട്ടിയോടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് കോഴിക്കോടിനും ഊട്ടിക്കും ഒരേ ദൂരമാണ്. ഏകദേശം 99 കിലോമീറ്റർ ഊട്ടിക്കും 99 കിലോമീറ്റർ കോഴിക്കോടിനും. അപ്പം നല്ലൊരു സ്ഥലത്താണ്. പ്രകൃതി കൊണ്ട് പോലും അനുഗ്രഹമുള്ളൊരു സ്ഥലത്താണ് ദൈവകൃപയിൽ നിങ്ങൾ വന്നിട്ടുള്ളത്. ഇന്നിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ ഒത്തിരി ആഗ്രഹത്തോടെ വന്നവരാണ്. ഞാൻ ഇന്നൊരാളെ, അവർ എൻ്റെ അടുത്ത് 23 മിനിറ്റ് സംസാരിച്ചു, സമയം ചെലവഴിച്ചു. അതിൽ 20 മിനിറ്റ് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, എനിക്കിനി ജീവിക്കണ്ട, മരിക്കണം മരിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ജീവിതം ഒത്തിരി മടുത്തു എന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ വാക്ക് സാധാരണ ഒരു വാക്കാണ്, പക്ഷേ ചിലരവരുടെ ഉള്ളിൽ നിന്ന് ആ വാക്ക് പറയുന്നത്. പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ? പിടിച്ചു നിർത്തുന്നൊരു ദൈവമുണ്ട്. ഇവിടെയുള്ള നമ്മളെയൊക്കെ പിടിച്ചു നിർത്തിയത് പ്രാർത്ഥനയുള്ള നല്ല മനുഷ്യരുടെ വാക്കും പ്രാർത്ഥനയോടെ പറഞ്ഞ ചില പ്രോത്സാഹന വാക്കുമാണ് ചില സമയത്തൊക്കെ നമ്മളെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു പറയുന്ന വാക്കുകൾ നമ്മളെ ജീവിതത്തിൽ അങ്ങനെ പിടിച്ചു നിർത്തും. നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം നിങ്ങളുടെ അടുത്തുണ്ടെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കുള്ള ഒരനുഗ്രഹം ദൈവം അടുത്തെവിടെയോ എത്തിച്ചിട്ടുണ്ട്, അടുത്തുണ്ട്, ഒരു നന്മയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അതെന്നെ ഇന്നൊരാൾ ഓർമ്മിപ്പിച്ചു. ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതുപോലെ തന്നെ ഒരു ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്ന് അവർ പറഞ്ഞത്, ഇവിടെ വന്നത്
എന്തോ ഒരു നന്മയ്ക്കായിട്ടാണ് ആമേൻ. ഇങ്ങനെ വന്നത്. എന്തോ ഒരു നന്മയ്ക്കാണ്, അത് ഉറപ്പാണ്. ഒരിക്കൽ കൂടി പറയുവാണ് എല്ലാവരോടും, ഇങ്ങനെ വന്നത് പറഞ്ഞ എന്തോ ഒരു നന്മയ്ക്കാണ്. ആമേൻ. എന്തോ ഉണ്ട്, ദൈവത്തിൻ്റെ എന്തോ ഒരു അനുഗ്രഹം നമ്മുടെ കയ്യിൽ തരാനാ ദൈവം ഇവിടെ കൊണ്ടുവന്നിരുത്തിയത്. ഹല്ലേലൂയ. എന്തോ ഒരു നന്മയ്ക്കാണ്, എന്തോ ഒരു അനുഗ്രഹത്തിനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരമുയർത്തി എന്ന് പറയുമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി ഒരു വാക്യം വായിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇങ്ങനെയാണ്. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും. അവിടെ നിർത്തിക്കേ. ഒരു വാക്കാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും. ഇത് രണ്ടും ആവശ്യമാണ്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും. ഇത് നമുക്ക് വേണം, നമ്മുടെ കുടുംബത്തിൽ വേണം. എന്താ ഗുണം? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും. ഇല്ലാത്തവന്റെ ഭവനം, ഇല്ലാത്തവന്റെ വീട് അതിവേഗം വളരെ വേഗത്തിൽ നശിക്കും, തകർന്നു പോകും. അപ്പോൾ അതിൻ്റെ നേരെ അപ്പുറവശം എന്താ? ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളവന്റെ വീട് അതിവേഗം രക്ഷപ്പെടും. ആമേൻ. ഇത് അതിൻ്റെ നേരെ അപ്പുറവശമുണ്ട്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ വീടാ തകർന്നു പോകുന്നത്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉള്ളതുകൊണ്ടാണ് ഈ ബെടാപ്പാട് പെട്ടത്. ഈ വചനം കേൾക്കുന്നത്, ഇവിടെ നിലത്തിരിക്കാൻ തയ്യാറായത് ഒരു ജോലിയും വീട്ടിലില്ലാത്തതുകൊണ്ടല്ല, സമയം ഉണ്ടായതുകൊണ്ട് ഇങ്ങ് വന്നതല്ല, ഇല്ലാത്ത സമയം ഉണ്ടാക്കി വന്നതാണ്. അപ്പം അതിനകത്തൊരു ദൈവ പദ്ധതിയുണ്ട്. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടെങ്കിൽ അതിവേഗം ആ വ്യക്തി രക്ഷപ്പെടും. ഏത് പൊട്ടക്കിണറ്റിലാണെങ്കിലും. ഞാൻ മുമ്പേ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് സമയം അത്ര നല്ലതല്ലേലും, എല്ലാം പ്രതികൂലമാണേലും നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി തോൽക്കത്തില്ല. ആമേൻ. തോക്കുവോ? നമുക്കൊരു ദൈവ പദ്ധതി ഉണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടിത്തകർന്നു പോകില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണു എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ പൊട്ടിത്തകർന്നു എന്ന് എഴുതിയിട്ടില്ല. പൊട്ടക്കിണറ്റിൽ വീണു, പക്ഷെ പൊട്ടിത്തകർന്നില്ല. ഏത് പൊട്ടക്കിണറ്റിലായിക്കൊള്ളട്ടെ, ദൈവ പദ്ധതിയുള്ള നിങ്ങളെ പൊട്ടിത്തകരാതെ കൊട്ടാരത്തിലെത്തിക്കാൻ ദൈവത്തിന് പറ്റും. ആമേൻ. ആമേൻ. മോശയെ വളർത്താൻ പറ്റാതെ ആ കൊച്ചിനെ എവിടെ കൊണ്ടിട്ടു? നൈൽ നദിയിൽ, അല്ലേ? അവിടെ ഒഴുകുന്ന വെള്ളത്തിൻ ഞാങ്ങണ ചെടിയുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാവരും വിചാരിച്ചു പുഴയെക്കൂടെ ഒഴുകിപ്പോയി ചത്തുപോവുള്ളെന്ന്. പുഴയെക്കൂടി ഒഴുകിപ്പോകേണ്ട ആളെ ദൈവം വളർത്തിയത് രാജകൊട്ടാരത്തിലാണ്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ പൊട്ടക്കിണറ്റിലാണേലും ഒഴുകുന്ന വെള്ളത്തിലായാലും മുഴുവൻ നിയമവും മനുഷ്യരും എതിരാണെങ്കിലും നമ്മൾ തോക്കത്തില്ല. പൊട്ടക്കിണറ്റിലായാലും പൊട്ടിത്തകരത്തില്ല. ഹല്ലേലൂയ. 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 ഇന്ന് ഈ വചനം പറയുന്നത് ഓരോരുത്തരോടുമാണ്. എല്ലാവരോടും കാടടച്ചൊരു വെടിയല്ല, ഇത് വ്യക്തിപരമാണ്, ഇതെന്നോടാണ്. ഇന്ന് ബൈബിൾ വായിച്ചപ്പോൾ ഒരു വാക്യം ഓർത്ത് കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അവസാന അധ്യായത്തിൽ ശിഷ്യന്മാർ കടലിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നേരം വെളുക്കുന്നവരെ പണിയെടുത്തിട്ടും ഒന്നും കിട്ടിയില്ല, തോറ്റുപോയി. തിരിച്ചു വന്നപ്പോൾ യേശു കരയിൽ കാത്തു നിൽക്കുന്നത് കണ്ടു. കടലിൽ തോറ്റുപോയവരെ കരയിൽ ദൈവം കാത്തു നിന്നു. ആമേൻ. തോറ്റുപോയവനെ ആരെങ്കിലും കാത്തു നിൽക്കുമോ? ആരും നിൽക്കത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗെയിമൊക്കെ
ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ ജയിച്ച ടീമിനെ സ്വീകരിക്കാൻ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ആളുകൾ നിൽക്കും. ജയിച്ച MLA, മന്ത്രിയായ ആളെ ഒക്കെ സ്വീകരിക്കാൻ ആൾക്കാർ എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലൊക്കെ പോയി നിന്ന് സ്വീകരിക്കും. തോറ്റയാളെ ആരും സ്വീകരിക്കത്തില്ല, വെറുതെ പോലും മൈൻഡ് ചെയ്യത്തില്ല. വീട്ടിൽ പോലും വരുമ്പോൾ അവർ ചിലപ്പോൾ കതക് തുറന്നു തന്നൊന്നും വരില്ല. പക്ഷെ ബൈബിളിൽ ഒരു ദൈവമുണ്ട്, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഒരു യേശുവുണ്ട്. എങ്ങനെയെന്നറിയാമോ? കടലിൽ പോയി രാത്രി മുഴുവൻ അധ്വാനിച്ചു, പക്ഷെ തോറ്റുപോയി, ഒന്നും കിട്ടിയില്ല. പക്ഷെ കടലിൽ അധ്വാനിച്ച് തോറ്റുപോയവനെ കരയിൽ കാത്തു നിൽക്കുന്നൊരു ദൈവം, ആ ദൈവം ഇന്നും തോറ്റുപോയ നമ്മുടെ ജീവിതത്തിൻ്റെ കരയിൽ കാത്തു നിൽപ്പുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെ തോറ്റു പോകുമ്പോഴാണ് പലരും പറയുന്നത്, ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, മടുത്തു, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. തോറ്റുപോയ നിങ്ങളെ കരയ്ക്ക് കാത്തു നിൽക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വാസത്തിൽ കാണുക. ഹല്ലേലൂയ. ഇത് മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യന്മാർ, നമ്മളെല്ലാവരും സാധാരണ മനുഷ്യന്മാരാണ്. ആരും ദൈവങ്ങളൊന്നും അല്ല, മാലാഖമാരും അല്ല, വലിയ പുണ്യന്മാരും അല്ല. നമ്മളെല്ലാം സാധാരണ ഈ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വെറും 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 പച്ചയായ കുറേ മനുഷ്യന്മാരാണ്, വെറും മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മൾ പോലും ഒരാളെ പേര് ചൊല്ലി വിളിച്ചാൽ, തങ്കച്ചൻ ബ്രദറെ, ജോണെ, അല്ലെങ്കിൽ ഡേവിഡെ എന്ന് വിളിച്ചാൽ, എന്തുവാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കും. മുഖം തിരിച്ച് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടോ, വെള്ളം വേണോ ചോദിക്കും. അങ്ങനെയെങ്കിൽ നമ്മളും ഇവിടെ ഇരുന്ന് യേശുവേ എന്ന് വിളിച്ചാൽ ആ മുഖം ആ വിളിക്കുന്നവൻ്റെ നേരെ ഒരു സെക്കൻഡിലേക്കെങ്കിലും തിരിയാതിരിക്കില്ല. എന്നിട്ട് ചോദിക്കുക, എന്താണ് ആവശ്യം, എന്താ നിൻ്റെ വിഷയം, എന്താ നിൻ്റെ പ്രശ്നം? എൻ്റെ നേരെ ദൈവത്തിൻ്റെ മുഖം തിരിഞ്ഞാണിരിക്കുന്നത്. അത് മാത്രം അറിഞ്ഞാൽ മതി, വിശ്വസിച്ചാൽ മതി, നമ്മൾ ജീവിതത്തിൽ തോക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോഴേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും, നല്ല മനുഷ്യരെ നമ്മൾ ഇഷ്ടപ്പെടും, നല്ല ആളുകളെ ഇഷ്ടപ്പെടും, നല്ല പറമ്പ് ഇഷ്ടപ്പെടും, നല്ല വണ്ടി ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുന്ന ചിലതിനെ നമ്മൾ മേടിച്ചുകൊണ്ട് പോകും. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നമ്മളിപ്പോൾ ഈ നഴ്സറി എന്ന് പറഞ്ഞാൽ ചെടികൾ ഒക്കെ വിൽക്കുന്ന വലിയ നഴ്സറികളുണ്ട് വയനാട്ടിലൊക്കെ, എല്ലാ ദേശത്തും ഉണ്ട്. അവിടെ റോസ ചെടി കിട്ടും, നല്ല പൂക്കളൊക്കെ. ഇതൊക്കെ ഓരോ നഴ്സറിയിലുണ്ടായ പൂക്കളാണ്, നല്ല നഴ്സറിയിലുണ്ടായ ചെടികളാണ്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് ആ ചെടികൾ, കൊള്ളാലോ, ഈ പൂവ് കൊള്ളാലോ, ഇത് എന്നിട്ട് മേടിച്ചുകൊണ്ട് പോകും, വീട്ടിൽ കൊണ്ടുപോകും. ഭയങ്കര സന്തോഷത്തോടെയാണ് കൊണ്ടുപോയത്, മേടിച്ചത്. പക്ഷെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം ഒഴിക്കില്ല, വളവും ഇടൂല, പരിചരിക്കുകയില്ലെങ്കിൽ 3 ദിവസം കൊണ്ട് അതിൻ്റെ സൗന്ദര്യം എല്ലാം പോയി, അത് വാടിപ്പോകും. മേടിച്ചാൽ മാത്രം പോരാ, അത് വെള്ളം ഒഴിക്കണം, അതിനെ പരിചരിക്കണം, വേണ്ട എല്ലാ കെയറിങ്ങും കൊടുത്താലേ അത് വാടിപ്പോകാതെ നിൽക്കത്തുള്ളൂ. ചെടിയുടെ കാര്യം മാത്രമല്ല, മനുഷ്യൻ്റെ കാര്യവും അങ്ങനെയാണ്. പലരും പലരെയും ജീവിതത്തിലേക്ക് സ്വീകരിച്ചു, ഭാര്യയായിട്ട്, ഭർത്താവായിട്ട്, സുഹൃത്തായിട്ട്, ഫ്രണ്ടായിട്ട്, പലരും കാമുകനായിട്ട്, കാമുകിയായിട്ട് ഒക്കെ സ്വീകരിച്ചു. സന്തോഷം സൗന്ദര്യമൊക്കെ കണ്ട് സ്വീകരിച്ചു. പക്ഷേ വെള്ളമൊഴിക്കില്ല, പരിചരിക്കില്ല, സുഖമാണോ എന്ന് ചോദിക്കത്തില്ല. നിങ്ങളുടെ കൂടെ കൂട്ടിയ മനുഷ്യർ ചെടി പോലെ വാടുന്നുണ്ടെന്ന് അറിയണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരും വാടിപ്പോകാനിടവരരുത്. ഈ ആദ്യ വെള്ളിയാഴ്ചത്തെ ഒരു മെസ്സേജാണ്. നമ്മുടെ കൂടെ അയൽവാസിയായി നിൽക്കുന്ന ഒരാൾ
ഭാര്യയായി നിൽക്കുന്നയാൾ, ഭർത്താവായി നിൽക്കുന്നയാൾ, സുഹൃത്തായി നിൽക്കുന്നയാൾ, നിങ്ങൾ ചിലതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയ പലരും ജീവിതത്തിലുണ്ട്. ഇഷ്ടപ്പെട്ട് കൂടെ കൂട്ടിയവർ വാടിപ്പോകാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. ചെടി മാത്രമല്ല, മനുഷ്യന്മാരും വാടും. ചെടിയേക്കാൾ വേഗത്തിൽ ചെടി വെള്ളം ഒഴിക്കാതെയും വളം ഇടാതെയൊക്കെ ഇരുന്ന 2-3 ദിവസമൊക്കെ അങ്ങനെ നിൽക്കും. മനുഷ്യൻ 5 മിനിറ്റ് പോലും വേണ്ട വാടിപ്പോകാൻ, ഡൗണായി പോകാൻ. നമ്മളിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന അങ്ങനെയാണ്. ചില മനുഷ്യർ അവരുടെ ജീവിതത്തിൽ കൂടെ കൂട്ടിയവർ അവരുടെ ജീവിതത്തെ വല്ലാതെ വാടിപ്പോയിരിക്കുന്നു. പണ്ടത്തെ മുഖപ്രകാശവും സൗന്ദര്യമൊന്നും ആൾക്കിപ്പോൾ ഇല്ലല്ലോ. പണ്ട് എന്നാ മിടുക്കിയായിരുന്നു, പണ്ട് എന്നാ മിടുക്കനായിരുന്നു, എന്താ പറ്റി മുഖമെല്ലാം ആകെ വാടിയിരിക്കുന്നത്? എന്താ ഡ്രസ്സിങ്ങൊക്കെ നല്ല ഭംഗിയില്ലല്ലോ, നിങ്ങളുടെ മുടി പോലും നന്നായിട്ട് ചീകിയിട്ടില്ലല്ലോ. ഇതിനൊക്കെ എന്തിനാ? അതിനൊക്കെ മെനക്കെടാനൊക്കെ ആര് പറ്റും? ശ്രദ്ധിക്കുന്നില്ല. അവനവൻ്റെ ശരീരം പോലും പലർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പലരും വാടിയിട്ടുണ്ട്. വാടിയിരിക്കുന്ന ഒരു ചെടിക്ക് ആവശ്യം വെള്ളമാണ്, കരുതലാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്, കർത്താവേ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ഞങ്ങൾ കാരണം വാടിപ്പോകാൻ ഇടയാകല്ലേ. നമ്മുടെ തെറി കേട്ട്, നമ്മുടെ പ്രാക്ക് കേട്ട്, നമ്മുടെ ശാപം കേട്ട്, നമ്മുടെ കുറ്റപ്പെടുത്തൽ കേട്ട്, അത് അപ്പനാകാം, അമ്മയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മരുമോനാകാം, മരുമോളാകാം, ആരുമാകട്ടെ. മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി ആദ്യം എന്നാ സ്നേഹമായിരുന്നു, പിന്നീട് ഇപ്പോൾ അങ്ങ് വാടിപ്പോയല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല അല്ലേ? പഴയ പോലെ താല്പര്യമില്ല അല്ലേ? വാടിപ്പോയിട്ടുണ്ട്. ആ മുഖം കണ്ടാലറിയാം ചെടി പോലെ അത് വാടിയാ നിൽക്കുന്നേ. നല്ലൊരു തീരുമാനമെടുത്തേ. നമുക്ക് സ്നേഹം മാത്രം പോരാ, പ്രാർത്ഥന മാത്രവും പോരാ, കരുണയുള്ള ഒരു മനസ്സും കൂടി വേണം. പണത്തേക്കാൾ സൗന്ദര്യമുള്ളതാണ് സ്നേഹം. ഹല്ലേലൂയ. പണത്തേക്കാൾ വിലയുള്ളതാണ് സ്നേഹം. പൈസ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല, സ്നേഹമില്ലെങ്കിൽ എല്ലാം പോയി. ആർക്ക് വേണം നിങ്ങളുടെ പണം? പോയി ആർക്കെങ്കിലും കൊടുത്തോളാൻ പറയും. ഞാൻ കേട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ പൈസയൊന്നും ഇവിടെ ആർക്കും വേണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക, നിങ്ങളുടെ പൈസയൊന്നും ഇവിടെ ആർക്കും വേണ്ട. പണത്തേക്കാൾ വലുതാണ് നല്ല മനുഷ്യൻ, നല്ല സ്നേഹം. ഇന്നൊന്നൊരു ആത്മശോധന ചെയ്യാൻ പോവുകയാണ്. കുഞ്ഞൊരു പരീക്ഷ. നമ്മൾ കാരണം എത്ര പേർ വാടിപ്പോയി? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. ഇതെനിക്കും ബാധകമാണ്. ഞാനും ഇതാ സ്വീകരിക്കേണ്ടത് എനിക്കും കൂടി ആവശ്യമാണ്. ഞാൻ പ്രസംഗിക്കുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. ഞാൻ കേൾക്കാൻ 2-3 ബോക്സ് എനിക്ക് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടി കൂടിയാണ്. എല്ലാ കണ്ണുകളെയും അടച്ച് ജീവിതം നമ്മൾ കാരണം നമ്മുടെ കൂടെ കൂടിയവരും, നമ്മുടെ അയൽവാസിയാകട്ടെ, മിത്രമാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, പ്രത്യേകിച്ചത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഇത് ബാധകമാണ്. വർഷങ്ങളോളം, നാളുകളോളം സ്നേഹിച്ചും പ്രണയിച്ചും കൂടെ കൂട്ടിയ ചില ആളുകൾ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ വാടിപ്പോയിരിക്കുന്നു. പലരും കണ്ടവർ ചോദിച്ചു, ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ അവിടെ ഒരാൾ ചോദിച്ചു, കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ചോദിച്ചു, എന്താ കുഞ്ഞേ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊരു പ്രയാസമുണ്ടല്ലോ. കാണുന്നവർക്ക് പോലും വേഗത്തിൽ പിടികിട്ടുന്ന വിധത്തിൽ ചിലർ വാടിപ്പോയിരിക്കുന്നു. നമ്മൾ കാരണം ഒരാളും വാടിപ്പോകാനിടയാകല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ കാരണം, ഞങ്ങളുടെ കൂടെയുള്ള, ഞങ്ങൾ കുറ്റം പറഞ്ഞത് കാരണം, ഞങ്ങൾ വിമർശിച്ചത് കാരണം, ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് അത് പറഞ്ഞതിൻ്റെ കാരണം, ഞങ്ങൾ കളിയാക്കിയത് കാരണം, താഴ്ത്തിക്കെട്ടിയതിൻ്റെ കാരണം, ഞങ്ങൾ പുച്ഛിച്ചതിൻ്റെ കാരണം, സ്നേഹിക്കാത്തതിൻ്റെ കാരണം കൊണ്ട്, പരിഗണിക്കാത്തതിൻ്റെ കാരണം കൊണ്ട്, മനസ്സിലാക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ആരും വാടിപ്പോകാനിടയാകല്ല. ചെടിയേക്കാൾ വേഗത്തിൽ വാടിപ്പോകുന്നവരാണ് ഞാനും നിങ്ങളും എന്ന വെറും പച്ചയായ മനുഷ്യന്മാർ. എന്നും ചിരിക്കുന്ന ഒരാൾ നമ്മളെ നോക്കി ചിരിക്കാതിരുന്നാൽ ടെൻഷൻ തുടങ്ങിക്കഴിഞ്ഞു. എന്താണാവോ ചിരിച്ചില്ലല്ലോ,
മിണ്ടിയില്ലല്ലോ, എന്നാ പറ്റി? പെട്ടെന്ന് വാടിപ്പോയി. ചെടി ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വാടത്തുള്ളൂ. പൂക്കളൊക്കെ 1-2 ദിവസമൊക്കെ നിൽക്കും വാടാതെ. ഈ അൾത്താരിരിക്കുന്ന പൂക്കളൊക്കെ 2 ദിവസമൊക്കെ ഇങ്ങനെ വാടാതെ നിൽക്കും, ചെടിയെ നിൽക്കുന്ന പോലെ. പിന്നെ വാടുള്ളൂ. മനുഷ്യനോ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വാടിപ്പോകും. പ്രാർത്ഥിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലർ ജീവിതത്തിൽ വാടിപ്പോയിട്ടുണ്ട്. ആ വാടിപ്പോയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുവട്ടിൽ പ്രാർത്ഥനയാകുന്ന, ഗാനമാകുന്ന ശുശ്രൂഷയുടെ വെള്ളമൊഴിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. കർത്താവ്, എൻ്റെ ജീവിതത്തെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. വാടിപ്പോയ എൻ്റെ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തണമേ. പലതിൽ നിന്ന് വാടി തളർന്നു നിൽക്കുകയാണ് ഞാൻ. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വാടിപ്പോകാനിടയാകല്ല, വാടിപ്പോകാനിടയാകല്ല. നമ്മൾ കാരണം പണത്തേക്കാൾ മൂല്യമുണ്ട് ഈ കാര്യത്തിനൊക്കെയും. വലിയ ജോലിയേക്കാൾ മൂല്യമുണ്ട് ഇതിനൊക്കെയും. ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ സ്നേഹം തന്ന്, കരുണ തന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ. മനസ്സു വല്ലാതെ ആയിരിക്കുന്നേ, മനസ്സു വല്ലാതെ വാടിപ്പോയി. എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വാടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. സാരമില്ല, കയറി വരും. അതാ പറഞ്ഞത്, എന്തോ ഒരു നന്മയ്ക്കാ ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ. ഈ മഴയും മഞ്ഞും തണുപ്പും കാറ്റും മഴയൊക്കെ ഉള്ള സമയത്ത് പോണോ? ഇന്ന് പോകണ്ട, അടുത്ത ആഴ്ച ആട്ടെ, പിന്നെ ആട്ടെ, മഴ കുറയട്ടെ, അല്ല പോണം എന്ന് ചിന്തിച്ചത് ദൈവത്തിൻ്റെ എന്തോ ഒരു നന്മ അനുഭവിക്കാൻ ദൈവം അടുത്ത് വച്ചിട്ടുള്ളത് കൊണ്ടാണ്. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ലൈൻ പാടുകയാണ്, പറ്റുമെങ്കിൽ പാടുകയാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. വാടിപ്പോയോ നിങ്ങൾ കാരണം? ചിലരൊക്കെ അധികമായി ഭയങ്കര പ്രാർത്ഥനക്കാരൊക്കെയാണ്, പക്ഷേ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. അവരുടെ നോട്ടം ശരിയല്ല. അവരുടെ നോട്ടം പോലും കുന്തത്തിൻ്റെക്കാൾ മൂർച്ചയാണ്. അവരുടെ വാക്കുകൾക്ക് തൊക്കും തൊങ്ങലും കൂടുതലാണ്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഭയങ്കരമാണ്. എന്നാൽ അപ്പുറത്തോ ഭയങ്കര പ്രാർത്ഥനയാണ് താനും. ചിലരൊക്കെ അങ്ങനെയുള്ള പ്രാർത്ഥനയെ ഓൾറെഡി വെറുത്തു കഴിഞ്ഞു. അങ്ങനെയൊരു പ്രാർത്ഥനയല്ല നമുക്ക് ആവശ്യം. അങ്ങനെയൊരു പ്രാർത്ഥനയല്ല. വാടി നിൽക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതാകട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, ഓരോ ശുശ്രൂഷകളും. വാടിപ്പോയ ജീവിതങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സ്ഥലമാണിത്. അങ്ങനെയെങ്കിൽ എല്ലാവരും ചേർന്ന് പറയുവാണ്, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ. അർത്ഥം പറഞ്ഞു പാടിയ, ഇനിമേലാലുയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. ഇതൊക്കെ ജീവിതത്തിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ. ഇനിമേലാലുയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. എന്നാലും നീ എന്നെ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയല്ല നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രമേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രമേശുവേ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറയുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മൾ കാരണം ആരും വാടിപ്പോകാതിരിക്കട്ടെ. ഇന്നലെയും ഇന്നുമൊക്കെ ശുശ്രൂഷകരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇവിടെയുള്ള
ശുശ്രൂഷകർ ബാഡ്ജിട്ട് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു, മനുഷ്യ മരുന്നുകളാണ് എല്ലാവരും, മനുഷ്യ മരുന്ന്, ഹ്യൂമൻ മെഡിസിനാണ് എല്ലാവർക്കും ആവശ്യം. ഹ്യൂമൻ മെഡിസിൻ, അങ്ങനെ ഒരു മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ആകണമെന്നാണ് പറയുന്നത്. ഹ്യൂമൻ മെഡിസിൻ, ഒരു ഡോക്ടറും ഈ മരുന്ന് കുറിച്ച് തരില്ല. ഹ്യൂമൻ മെഡിസിൻ. ചില മനുഷ്യർ നമ്മുടെ എല്ലാ മുറിവും ഉണക്കുന്ന മനുഷ്യന്മാരാണ്. 50 വയസ്സായി, 60 വയസ്സായി, 40 വയസ്സായി, ഈ കണ്ട പ്രായം കൊണ്ട് മനസ്സ് മുഴുവൻ കുറേ മുറിവാണ്. ചില ആൾക്കാർ ജീവിതത്തിൽ വരുന്നത് ആ മുറിവുകളെല്ലാം ഉണക്കാനാണ്. പെൻസിലിൻ്റെ എല്ലാം മുകളിൽ ഒരു മൈക്രോവർ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് മായ്ക്കാനാണ്. ഇവിടെയുള്ള ശുശ്രൂഷക്കാരോടെല്ലാം പറഞ്ഞു, നിങ്ങൾ ആരോടും ദാർഷ്ട്യത്തോടെയൊന്നും പെരുമാറല്ലേ, മൈക്രോവറാണ്. ഇവിടെ വരുന്ന ഓരോ മനുഷ്യനും വേദനിച്ച് വരുന്നവനാണ്. അത് ഓഫീസിലിരിക്കുമ്പോഴും, ഭക്ഷണം വിളമ്പുമ്പോഴും, കൗൺസിലിംഗിന് ഇരിക്കുമ്പോഴും, പ്രസംഗിക്കുമ്പോഴും, പാടുമ്പോഴും ആരുടെയൊക്കെയോ മുറിവുകളെ ആ മൈക്രോവർ കൊണ്ട് മായ്ച്ചു കളയാണ്. ഓക്കെ, സാരമില്ല. അതിനുവേണ്ടി ബൈക്കും ബോക്സും പാട്ടുകാരും എല്ലാം വച്ചിരിക്കുന്നത്. ശുശ്രൂഷക്കാരും അതറിഞ്ഞു വേണം നിൽക്കാൻ എന്ന് ഇന്നലെയും ഇന്നും പറഞ്ഞ് എല്ലാ ദിവസവും അത് പറയും. എല്ലാ ശുശ്രൂഷക്കാരും മനുഷ്യ മരുന്നുകളാണ്. അവിടെ ഇരിക്കുന്ന ആരും വേദനിച്ച് പോകാൻ പാടില്ല. നമ്മൾ അവരുടെയൊക്കെ മുറിവുകൾ ഇങ്ങനെ ഉണക്കി വിടണം. നമ്മളൊക്കെ ഒരു അനേകരുടെ വേദനകളെ ഉണക്കുന്ന മരുന്നുകളായി മാറണം. ചില ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ചിരി വരും എന്ന് പറഞ്ഞാൽ എന്നോട് എന്തിനാണ് ഇവരിത് പറയുന്നത് എന്നെനിക്ക് തോന്നും. അവർ പറയും, എൻ്റെ കൈക്ക് ഇവിടെ വേദനയുണ്ട്. അതിന് ഞാൻ ഡോക്ടർ അല്ലല്ലോ. എൻ്റെ ഇവിടെ ഒരു വേദനയുണ്ട്, ഫാദർ പ്രാർത്ഥിക്കണം. പക്ഷേ എനിക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ വേദന ഞരമ്പിൻ്റെ പ്രശ്നമാണോ അസ്ഥിയുടെ പ്രശ്നമാണോ? ഞാൻ ഡോക്ടർ അല്ലല്ലോ. എനിക്കറിയാം അവർ എന്നോട് ചോദിക്കുന്നത് മരുന്നല്ല എന്ന്. ഞാൻ ഡോക്ടറല്ലെന്ന് എനിക്കും അറിയാം, അവർക്കും അറിയാം. പിന്നെന്തിനാണ് അവർക്ക് വേദനയുണ്ടെന്ന് പറയുന്നത്? അവർ പ്രതീക്ഷിക്കുന്നത് മരുന്നല്ലെന്ന് എനിക്കറിയാം. അവർ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. അവർക്കൊരു മൈക്രോവറാണ് ആവശ്യം. സാരമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും വരികയില്ല. അത് എനിക്കറിയാം എൻ്റെ കയ്യിൽ മരുന്നില്ല. ഇവിടെ മെഡിക്കൽ സ്റ്റോറുണ്ടാ? ഇത് മെഡിക്കൽ സ്റ്റോർ അല്ലല്ലോ, ഇത് മെഡിക്കൽ കോളേജ് അല്ലല്ലോ. അവർക്കറിയാം ഇത് ഹോസ്പിറ്റലൊന്നും അല്ല. പുള്ളിയോട് ഈ വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അവരെന്നിൽ പ്രതീക്ഷിക്കുന്നത്, എന്നെ കാണുന്നത് ഒരു മരുന്നായിട്ടായിരിക്കും. ആരുടെയൊക്കെയോ ജീവിതത്തിന് മരുന്നായി മാറിയതാ ഡെയിലി ബ്ലെസ്സിങ്. അല്ലെങ്കിൽ ആരെങ്കിലും 5-6 ലക്ഷം ആളുകൾ ദിവസവും കാണുമോ? അതൊത്തിരി പേർക്ക് മരുന്നാണ്. നിങ്ങളൊരു മരുന്നാകണം കേട്ടോ. വാക്കത്തി കൊണ്ട് വെട്ടുന്നവരാകല്ല്, ബ്ലേഡ് കൊണ്ട് ഒരു മുറിക്കിലാകുന്നവരാകല്ല്. നിങ്ങളൊരു മരുന്നാകണം. അത് അമ്മയായാലും അപ്പനായാലും പള്ളിയിലച്ഛനായാലും സിസ്റ്ററായാലും ഇനി ഏത് തൊഴിലാകാം, നിങ്ങളൊരു മരുന്നാകണം. ഹ്യൂമൻ മെഡിസിൻ ആകണം, മൈക്രോവർ ആകണം. അത് മാഞ്ഞു പോകണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇത് പറയാൻ ആഗ്രഹമുണ്ട്. ഞാനത് വായിക്കാം. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട്, സ്നേഹമുള്ള മനുഷ്യരെ കൊണ്ട് ദൈവം നമുക്ക് സംരക്ഷണം ഉണ്ടാക്കും. പിടികിട്ടിയില്ല? പ്രാർത്ഥിക്കുന്ന നമുക്ക് പ്രാർത്ഥനയുള്ള ചില മനുഷ്യരെ കൊണ്ട്, സ്നേഹിക്കാൻ കൊള്ളുന്ന ഹൃദയമുള്ളവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന എനിക്ക് ദൈവം സംരക്ഷണ ഭിത്തി ഉണ്ടാക്കും. ബൈബിളിലുണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നഷ്ടമാണെന്ന് കരുതല്. ആരെ കൊണ്ടൊക്കെയോ നിങ്ങളെന്ന വ്യക്തി തകർന്നു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, കുടുംബം പലതായി പൊട്ടിത്തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥനയുള്ള ഏതൊക്കെയോ ചില മനുഷ്യരെ കൊണ്ട്, കൊള്ളാവുന്ന ഒരു ഹൃദയമുള്ള ചില മനുഷ്യരെ കൊണ്ട് ദൈവം നിനക്ക് സംരക്ഷണം വച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പം ആരുടെ നമ്പറാ വേഗത്തിൽ എടുക്കുന്നത്? അങ്ങനെയുള്ള ചിലരുടെ നമ്പറായിരിക്കും സെർച്ച് ചെയ്ത് പോകുന്നത്. പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട് ഇന്നും എനിക്കും നിങ്ങൾക്കും സംരക്ഷണം തീർക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. ഇവിടെ ഒരു അമ്മയും കുഞ്ഞും
ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ലോകത്തിൽ ഒരു കുഞ്ഞു അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇത് ദൈവം അറിഞ്ഞു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ കൊണ്ട്, സ്നേഹിക്കാൻ ഒരു ഹൃദയമുള്ള ഒരു പ്രവാചകനെ കൊണ്ട് ദൈവം ആ വ്യക്തിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കി. ആമേൻ. ഹല്ലേലൂയ. ഇത് ഓർക്കും, പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, അല്ല ഇന്നും ഉണ്ട്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാക്ഷ്യം പറയാനുണ്ടാവും. പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട്, സ്നേഹിക്കാൻ കൊള്ളുന്ന ഹൃദയമുള്ളവരെ കൊണ്ട് ദൈവം നമുക്ക് സംരക്ഷണ ഭിത്തി ഉണ്ടാക്കും. ആമേൻ. വായിക്കാം 17-ാം അധ്യായം 8 മുതലുള്ള വാക്യം. കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. ഇത് ആരോടാ പറയുന്നത് അറിയാമോ? ഏതേലും ഒരുത്തനോടല്ല, എങ്ങനെയേലും ചിന്തിക്കുന്ന ഒരാളെ കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. നീ ഇപ്പോൾ ഇവിടെ താമസിക്കാൻ വേണ്ട, ഇന്ന സ്ഥലത്ത് പോയി താമസിക്ക് എന്ന് പറഞ്ഞു. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുവാണ്, നിനക്ക് ആ സ്ത്രീയെ അറിയത്തില്ല, ആ പെണ്ണിനെ നിനക്കറിയത്തില്ല, പക്ഷേ ആ പുള്ളിക്കാരത്തി നിനക്ക് ഫുഡൊക്കെ തന്നോളും, നീ അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ഏത് പുള്ളിക്കാരത്തി, ഏത് സ്ത്രീ ചുമ്മാ അങ്ങനെ എങ്ങോട്ട് പോവും? ഏലിയ ദൈവത്തോട് ചിന്തിച്ച് കാണും, എവിടെയുള്ള ആര് ഫുഡ് തരുമെന്നായി പറയുന്നേ. അപ്പോൾ ദൈവം ഒരാളുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ വ്യക്തിക്ക് നല്ല കാലമാണോ? ഈ സ്ത്രീ അന്ന് രാത്രി ആത്മഹത്യ ചെയ്യാനിരിക്കുവാണ്. ഒറ്റയ്ക്കല്ല, തൻ്റെ ഏക മകനെയും കൂട്ടി. ഇത് ഏലിയായ്ക്ക് അറിയത്തില്ല, പക്ഷെ ഇത് ദൈവത്തിനറിയാം. ആമേൻ. നിങ്ങളുടെ മനസ്സ് എനിക്കറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും മഴയായിട്ടും മഞ്ഞായിട്ടും പൈസ ഇല്ലാഞ്ഞിട്ടും കടം മേടിച്ചും ചിലരൊക്കെ ഇവിടെ വന്നത്. ദൈവത്തിന് നിങ്ങളെ അറിയാം. ആമേൻ. കാലുള്ളത് കൊണ്ട് നടന്നു വന്നതൊന്നുമല്ല, കാലുള്ളത് കൊണ്ടും പൈസ ഉള്ളതുകൊണ്ടും വണ്ടി ഉള്ളതുകൊണ്ടും വന്നതല്ല. ദൈവ പദ്ധതി ഒന്നും ഉള്ളത് കൊണ്ടുകൂടിയാ വന്നത്. ഹല്ലേലൂയ. ചിലർ കാശുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു, വണ്ടിയുള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു, 4 പേര് പോകുന്നുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ ഞാനും വന്നതാ, ശരിയായിരിക്കാം. പക്ഷെ നിങ്ങളെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വായിക്കുകയാണ് അടുത്തത്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. ഏലിയ ദൈവം പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവിടെ പട്ടണത്തിലെത്തിയപ്പോൾ ഒരു സ്ത്രീ അവിടെ വിറക് പെറുക്കുന്നത് കണ്ടു. അപ്പോൾ ഏലിയ ആ സ്ത്രീയോട് പറഞ്ഞു, അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുക എന്ന് പറഞ്ഞു. പ്രവാചകൻ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വെള്ളമുണ്ട്, ഇച്ചിരി കുടിക്കാൻ വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വെള്ളം എടുക്കാൻ പോയപ്പോൾ ആ സ്ത്രീയോട് ഈ പ്രവാചകൻ ചോദിച്ചു, എന്തായാലും നിങ്ങൾ പോവല്ലേ, ഭയങ്കര വിശപ്പുണ്ട്, ഇച്ചിരി ക്ഷീണമുണ്ട്, ഇച്ചിരി അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരാൻ പറഞ്ഞു, എനിക്കൊരു നേരത്തെ ഫുഡ് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അല്ലയോ പ്രവാചക, ഞാൻ ഒരു പിടിച്ചു നിൽക്കാനൊരു വഴിയില്ലാതെ ഞാനും എൻ്റെ കൊച്ചും മരിക്കാനിരിക്കുകയാണ്. കുറച്ച് മാവും കുറച്ച് എണ്ണയും മാത്രമേ വീട്ടിലുള്ളൂ, മരിക്കാനിരിക്കുവാണ്. എൻ്റെ ചോദ്യം, ഏലിയ പ്രവാചകനെ എന്തിനാ ആ നാട്ടിലെ പൈസക്കാരൻ്റെ വീട്ടിലേക്ക് വിടാഞ്ഞത്? ഏലിയ പ്രവാചകന് നല്ലപോലെ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ വീടുകൾ ആ പഞ്ചായത്തിൽ വേറെ കാണില്ലേ? എന്തിനിങ്ങോട്ട് അയച്ചു? ദൈവ പദ്ധതിയാണ്. ആ വ്യക്തി മരിക്കാനിരിക്കുമ്പം പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനെ കൊണ്ട്, സ്നേഹിക്കാൻ ഹൃദയമുള്ളൊരു മനുഷ്യനെ കൊണ്ട് ആ വ്യക്തി തകർന്നു പോകാതിരിക്കാൻ ദൈവമൊരു സംരക്ഷണമുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇച്ചിരി ഇങ്ങനെ ചിന്തിക്കാനുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇന്ന് ഇത് മാത്രം കേട്ടാൽ മതി. ഇത് മാത്രം നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചിന്തിച്ചു വന്നവരാണെങ്കിലും ഇത് മാത്രം കേട്ടാൽ മതി. പ്രാർത്ഥിക്കുന്ന ഞാൻ, ദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ കൊണ്ട്, ആരെ കൊണ്ടോ, സ്നേഹമുള്ള ഒരാളെ, ചതിക്കുന്ന ഒരാളെ കൊണ്ട് ദൈവം നമുക്ക് വേലി ഒരുക്കത്തില്ല. ചിലരുണ്ടല്ലോ നമ്മളെ തക്കം നോക്കി തോപ്പിച്ച് കളയും. ചിലർ നമ്മുടെ കൂടെ കൂടുന്നത് സൗഖ്യമാക്കാനല്ല,
വെട്ടിക്കുത്തി കളയാനാണ്. കൂടെ നിന്ന് പാര വെക്കുന്ന ഒരാളെ കൊണ്ടായിരിക്കില്ല ദൈവം നമുക്ക് സംരക്ഷണം ഒരുക്കുന്നത്. ആമേൻ. കൂടെ നിന്ന് ചതിക്കുന്ന ഒരുത്തനെ അടുത്തേക്ക് വിട്ടിട്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ അവിടുത്തെ വലിയൊരു കോടീശ്വരനായ ഒരാളോട് പറഞ്ഞാൽ പോരായിരുന്നോ, ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട്, നിങ്ങൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൈസ, ഒരു 10,000 രൂപ കൊടുത്തേ. എൻ്റെ ചിന്തയിൽ പറയുവാണ്, എന്തിനാ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ അവിടെ കൊണ്ടുവന്ന്, എന്തിനാ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ഒരുത്തനെ ഒരാളെ അവിടെ കൊണ്ടുവന്നത്? ദൈവം നിങ്ങൾ തകർന്നു പോകാതിരിക്കാൻ ആരെയും കൊണ്ടല്ല വേലിക്കെട്ട് പണിയുന്നത്, പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ടും സ്നേഹിക്കാൻ കൊള്ളുന്ന ഹൃദയമുള്ള ചില നല്ല മനുഷ്യരെ കൊണ്ടും നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ, കുടുംബം താളം തെറ്റി പോകാതിരിക്കാൻ ദൈവം സംരക്ഷണ ഭിത്തി ഒരുക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് മാത്രം വിശ്വസിച്ചാൽ മതി. ഇനി അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ എന്നാ പറഞ്ഞു നോക്കൂ. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയും. എൻ്റെ കയ്യിൽ അപ്പവും ഇല്ല, ഇതിനുള്ള സാമ്പത്തികവും ഇല്ല. എൻ്റെ സുഹൃത്തെ, എൻ്റെ വീട്ടിൽ ആകെ ഇച്ചിരി മാവ് ഇരിപ്പുണ്ട്, കുറച്ച് എണ്ണ ഇരിപ്പുണ്ട്. ഇനി അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഞാൻ ഒരു കെട്ട് വിറകല്ല, എനിക്ക് ഒരു കെട്ട് വിറകിൻ്റെ ആവശ്യമില്ല, 2 വിറക് മതി. എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയൊന്നുമില്ല. നമ്മൾ പറയില്ലേ, മഴക്കാലത്തേക്ക് വേണ്ട വിറക് വേണം. നമുക്ക് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. നാളെ മരിക്കാനിരിക്കുന്നതിന് എന്തിനാ ഒരു കെട്ട് വിറക്? എനിക്ക് ഒരു 2 അപ്പം ഉണ്ടാക്കാനുള്ള 2 വിറക് മതി, 2 ചുള്ളിക്കമ്പ് മതി. ആ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ട് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. അപ്പം അപ്പം ഉണ്ടാക്കി ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞാൻ മാത്രമല്ല, ഈ ബൈബിളിൽ ഈ സ്ത്രീ പറയുവാണ്, ഞാനും എൻ്റെ മകനും മരിക്കൂന്ന്. ഇച്ചിരൂടെ കയറ്റി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന്. കൃത്യസമയത്ത് കണ്ടോ, ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥനയുള്ള മനുഷ്യനെ കൊണ്ട് ദൈവം ഒരു വേലി അവിടെ കെട്ടി. ഹല്ലേലൂയ. താഴെ ശവടക്കല്ല, ഇതിൻ്റെ താഴെ ആ കൊച്ചിൻ്റെയും അമ്മയുടെയും ശവടക്ക് പള്ളിയിൽ നടന്നു എന്നല്ല എഴുതിയിട്ടുള്ളത്. അവർ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ദൈവയുടെ സംരക്ഷണം കൊണ്ടുവന്ന കണ്ടോ. ഇത് നിങ്ങൾ എല്ലാവരും അറിയണം. ചിലർ ചോദിക്കും, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വല്ലതും നടന്നോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്നാ കിട്ടി? ഇങ്ങനെ ലാഭനഷ്ട കണക്കുകൾ പരിശോധിക്കുന്ന ചിലരുണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നല്ല സമയമല്ല. ചില സമയത്ത് വാടിപ്പോകുമ്പോൾ നമ്മൾ വാടിപ്പോകാതിരിക്കാൻ ദൈവം ചില നല്ല മനുഷ്യരെ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ചുറ്റും വേലി പണിയും. അവർ നമ്മളെ ഇടയ്ക്ക് വിളിക്കും, അവർ നമ്മളെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, നീ ഇന്ന പോലെ ഒരു പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറയും. നമ്മളങ്ങനെ ജീവിതത്തിൽ പച്ച പിടിച്ച് കയറി വരും. തൊട്ടു താഴെ മരിക്കൂന്ന് പറഞ്ഞിട്ട് താഴെ ആത്മഹത്യ ചെയ്തു എന്ന് എഴുതിയിട്ടില്ല. പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം അവിടെ ഒരു വേലി പണിതു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാ പലരും ജീവിതത്തിൽ വാടിപ്പോകാത്തത്. ഇല്ലേ, പണ്ടേ നിലത്തു വീണ പാത്രം പോലെ പത്തായി അത് പൊട്ടിപ്പോയേനെ. പ്രാർത്ഥനയുള്ള മനുഷ്യരെ കൊണ്ട് ഒരു വാക്കും കൂടെ വായിക്കുക, ഒരു വാക്യം കൂടി വായിക്കുവാണ്. നിങ്ങൾ ഒത്തിരി വേദനിച്ചിരിക്കുമ്പോൾ, ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത്? നമ്മൾ ഒത്തിരി വേദനിച്ചിരിക്കുമ്പോൾ ദൈവം മാലാഖമാരെ പോലെ ചിലരെ നമ്മുടെ അടുത്തെത്തിക്കും. ആമേൻ. എപ്പോഴേലും മനസ്സിലായിട്ടുണ്ടോ അത്? നമ്മൾ ജീവിതത്തിൽ തകർന്നിരിക്കുമ്പോൾ മാലാഖമാരെ പോലെയുള്ള ചിലരെ ദൈവം നമ്മുടെ അടുത്തെത്തിക്കും. എന്തിനെന്നറിയാവോ? നമ്മുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്താൻ. ഹല്ലേലൂയ. മാലാഖമാരെ പോലെയുള്ള ചിലർ നിങ്ങളുടെ ജീവിതത്തിലും വരും. പ്രാർത്ഥിക്കുന്ന നഷ്ടമൊന്നുമല്ല. മാലാഖമാരെ പോലെയുള്ള ചില മനുഷ്യർ
ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ആമേൻ. ഈ ശുശ്രൂഷ പോലും അങ്ങനെ ആയിരിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഏകദേശം 1 മണിക്കൂർ നമ്മൾ കേട്ടത് ഇതാണ്. 1 മണിക്കൂറേ ഇത് കേട്ടിട്ട് എനിക്ക് പുസ്തകം എനിക്ക് ഇച്ചിരി പ്രസംഗിക്കാനൊക്കെ ഉണ്ട്, ശരിയാണ്, എനിക്കറിയാം. പക്ഷെ ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഇത് ജീവിതത്തിൻ്റെ തിരക്കഥ മാറ്റി എഴുതുന്ന വചനങ്ങളാണ്. എല്ലാം അവസാനിച്ചൊരു കഥയായിരുന്നു ആ വിധവയുടേത്. പക്ഷെ പ്രാർത്ഥനയുള്ളൊരു മനുഷ്യൻ ജീവിതത്തിൽ വന്നപ്പോൾ ആ വിധവയുടെ തിരക്കഥ മാറി. ആമേൻ. തകർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവം ഒരു ഉയർത്തെഴുന്നേൽപ്പ് അനുവദിച്ചു. കണ്ണുകളൊന്ന് അടച്ച്, കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ, ഹല്ലേലൂയ. നിൻ സ്നേഹത്താൽ. എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, വലിയ പ്രാർത്ഥനക്കാർ മാത്രമായാൽ പോരാ, നമ്മൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യ മരുന്നുകളായി മാറണം. ആമേൻ. ഹ്യൂമൻ മെഡിസിൻ. ഹല്ലേലൂയ. ഇനി അതിനും പറ്റിയില്ലെങ്കിൽ ഒരു പെൻസിലിൻ്റെ മുകളിലിരിക്കുന്ന ആ ചെറിയൊരു മൈക്രോറബറില്ലേ, അത്രയേലും ഒന്നായാൽ മതി. ഒരുപാടൊന്നും പ്രാർത്ഥിച്ച് വലിയ പ്രാർത്ഥനാ വീരനൊന്നും ആയില്ലേലും സാരയില്ല. നല്ലൊരു മനസ്സുള്ള, നല്ലൊരു ദൈവാനുഗ്രഹമുള്ളൊരു മനുഷ്യനാകുക. ആമേൻ. അത് പണത്തേക്കാൾ മൂല്യമുള്ളതാണ്. ഹല്ലേലൂയ. കണ്ണുകളൊക്കെ നടക്കുമോ? പാടുന്നതിന് മുമ്പ് എൻ്റെ മ്യൂസിക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത്, ഇത് ചുമ്മാതെ പാടുമല്ല, ഇത് ഹൃദയത്തിൻ്റെ അകത്തെത്തട്ടെ. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ കാണും. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നൽ കേട്ടോ, കയ്യെത്തുന്ന ദൂരത്തൊരു അനുഗ്രഹത്തെ ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന മഹാശക്തിയുണ്ടല്ലോ, വിശ്വസിക്കുന്നു അതിൽ അത്ഭുതം കാണും. ആമേൻ. അത്ഭുതം കാണും. പൊട്ടക്കിണറ്റിലാണേലും പൊട്ടി തകരില്ല കുഞ്ഞെ. ആമേൻ. നൈൽ നദിയിൽ ഒഴുകിപ്പോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ട് ഇട്ടതാണേലും ദൈവം വളർത്തിയത് കൊട്ടാരത്തിലാണ്. ഹല്ലേലൂയ. മനുഷ്യരെ മുഴുവൻ എതിരായാലും ദൈവ പദ്ധതിയുള്ള നിന്നെ തോൽപ്പിക്കുക സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. കടലിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർ അധ്വാനിച്ച് തോറ്റുപോയി. മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നവർ പറഞ്ഞു. കടലിൽ തോറ്റുപോയവരെ കരയിൽ കാത്തുനിന്നു സ്വീകരിക്കാൻ. ആമേൻ. നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയെന്ന് തോന്നിയോ? ജീവിതത്തിൽ തോറ്റുപോയെന്നൊക്കെ തോന്നിയോ? വാടിപ്പോയോ ചെടി പോലെ? തോറ്റുപോയ നിനക്ക് വേണ്ടി കരയിൽ കാത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രാഷ്ട്രീയത്തിലായാലും സ്പോർട്സിലായാലും തോറ്റുപോയവനെ സമ്മാനമൊന്നുമില്ല, തോറ്റുപോയവന് ഒരു സ്വീകരണം കൊടുക്കത്തില്ല. പക്ഷെ ബൈബിളിൽ തോറ്റുപോയവനെ ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും തോറ്റുപോയവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പൊട്ടക്കിണറ്റിലാണേലും പറഞ്ഞു, ഞാൻ പൊട്ടിച്ചെതറത്തില്ല. ചിരിക്കുന്നൊരു മുഖവും കാണില്ല നമ്മുടെ മുമ്പിൽ. പലരും വാശി, ദേഷ്യം, അസൂയ, കൊതി, നമ്മളെ പലർക്കും ഇഷ്ടമല്ല, സത്യമാ. സാരയില്ല, നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിതങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഇതെന്തിനാ ഈ പുള്ളി ഇങ്ങനെ തന്നെ പിന്നെ ഇത് ആവർത്തിക്കുന്നത്? ഇത് ചില മനുഷ്യരുടെ ചെവിയിലെത്തിയാൽ പോരാ, ഇത് അവൻ്റെ ഹൃദയ പലകയിൽ കല്ലെ കൊത്തിവെച്ച പോലെ ഇരിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളെന്ന വ്യക്തി പലപ്പോഴും തകർന്നു പോകേണ്ട സ്ഥാനത്ത് കൈപിടിച്ചൊരു ദൈവമുണ്ടല്ലോ. തകർന്നു പോകേണ്ട, പൊട്ടിപ്പൊളിഞ്ഞും താഴെ വീഴേണ്ട സ്ഥാനത്ത് നിങ്ങളെ മുറുക്കെ പിടിച്ചൊരു ദൈവമുണ്ട്. വിധവയും കൊച്ചും ചിന്തിച്ചത് മരണത്തെക്കുറിച്ചാണ്. പോയി ചാകൂന്നാ പറഞ്ഞ്, മരിക്കൂന്നാ പറഞ്ഞ്. പക്ഷെ ഇത് ഏലിയായിക്ക് അറിയത്തില്ല ഇവരിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുവാണെന്ന്. പ്രാർത്ഥനയുള്ളൊരു മനുഷ്യനെ കൊണ്ട്
സ്നേഹിക്കാൻ കൊള്ളുന്ന ഒരു ഹൃദയമുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനെ കൊണ്ട് ദൈവം അപ്പുറത്ത് ആ കുടുംബം തകർന്നു പോകാതിരിക്കാൻ ഒരു വേലി ഉണ്ടാക്കി. അത് ഇന്നും സംഭവിക്കുന്നുണ്ട്, അത് ഇവിടെയും സംഭവിക്കുന്നുണ്ട്. തകർന്നു പോകേണ്ട നിങ്ങളെ തകർന്നു പോകാതിരിക്കാൻ ചില വേലികളായി നിർത്തിയിരിക്കുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് ഓർത്തെ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, വാടിപ്പോകാതിരിക്കാൻ ദൈവം മാലാഖമാരെ പോലെ ചിലരെ നിന്റെ അടുത്തെത്തിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലേ. ചിലരൊക്കെ ജീവിതത്തിൽ വന്നത് മാലാഖമാരെ പോലെയാണ്. അവർ വന്നത് 50 വർഷം ജീവിച്ച മുറിഞ്ഞ മനസ്സിനെ അവർ അങ്ങ് ഉണക്കിയിട്ട് അവർ ഇറങ്ങിപ്പോയി. അത് മനുഷ്യനായിരുന്നില്ല, ആ ദൈവം അയച്ച ദൈവദൂതനായിരുന്നു. കണ്ണുകളടച്ച് ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് ജീവിതത്തിൻ്റെ തിരക്കഥയൊക്കെ ഒന്ന് മാറ്റി എഴുതാൻ ഇടയാകട്ടെ. ജീവിതത്തിൻ്റെ തിരക്കഥ മാറാൻ ഇടയാകട്ടെ. ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിന്നത് നല്ല മനുഷ്യരുടെ വാക്കുകൊണ്ടുകൂടിയാണ്. ചേർന്ന് പാടുവാണ്. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. ചേർന്ന് പാടുമോ? കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. പാടിയത് വിശ്വസിച്ചുകൊണ്ടൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കുമോ? ഒരാളോട് ചോദിച്ചു, എന്തേലും പറയാനുണ്ടോ? അവർ പറഞ്ഞു ഒന്നുമില്ലെന്ന്. എന്തേലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്ത സങ്കടമുള്ളവരാണ് പലരും. പറയുന്നത് എന്താ? ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, എങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. പക്ഷെ പറയാനിരുന്നാൽ ഒരു ദിവസം ഇരുന്നാൽ തീരാത്ത സങ്കടങ്ങൾ അവർക്ക് പറയാനുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും അറിയില്ലേ, പലർക്കും പ്രാർത്ഥനയില്ലാത്തതാണ് ഇഷ്ടം, പ്രാർത്ഥനയില്ലാതെ ജീവിക്കാനാണ് ഇഷ്ടം. എന്നാൽ പ്രാർത്ഥനയില്ലാതെ ജീവിക്കുന്ന സമയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സമയവും. അതാണ് സത്യം. കരങ്ങളെ ഹൃദയത്തോട് ചേർക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുവാണ്, ഇതൊരു സൗഖ്യത്തിൻ്റെ ദിവസമാണെന്ന്. ഇത് വലിയ പ്രഭാഷണമൊന്നും അല്ല കേട്ടോ, ഇതൊരു സൗഖ്യത്തിൻ്റെ സമയമാണ്. വേദനയോട് ഒരു കിണ്ടൽ ടൺ ഭാരമായിട്ടാണ് വന്നേ. പഞ്ഞി പോലെ നിങ്ങളുടെ മനസ്സ് ആരോ അതൊക്കെ മായ്ച്ചു കളഞ്ഞ പോലെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ഇരിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കേട്ട ഈ വചനത്തോട് ചേർത്ത് ഒരു കാര്യം കൂടി പറയുകയാണ്. അതിങ്ങനെയാണ് ഞാനത് വായിക്കുന്നത്. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വിലയുള്ളത് ദൈവസന്നിധിയിൽ. ഏറ്റവും വിലയുള്ള ഒന്നാണ് കണ്ണുനീരോടെയുള്ള ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. വേദനയുള്ള മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഗൗരവമുള്ളതാണ്. എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധിച്ചേ, ഈ വാക്കൊന്ന് ഏറ്റെടുത്തേ. വേദനയുള്ളവൻ്റെ പ്രാർത്ഥന ശക്തമാണ്. കാരണം അവർക്ക് ആർക്കും കിട്ടാത്തൊരു പരിഗണന ദൈവസന്നിധിയിൽ അവർക്കുണ്ട്. മറക്കുമോ? വേദനയുള്ളവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഭയങ്കര ശക്തമാണ്. എന്താ കാരണം? ആർക്കും കിട്ടാത്തൊരു പരിഗണന ദൈവസന്നിധിയിൽ അവർക്കുണ്ട്. ഇതെനിക്കും അനുഭവമായിട്ടുണ്ട്. വേദനയുള്ള മനസ്സോടെയാണോ പ്രാർത്ഥിക്കുന്നത്? ആർക്കുമില്ലാത്തൊരു സ്ഥാനം
നിനക്ക് ദൈവസന്നിധിയിലുണ്ട്. ആമേൻ. ആർക്കും, അത് ഭാര്യയാകാം, ഭർത്താവാകാം, മകനാകാം, മകളാകാം, വേദനിക്കുന്ന, ബൈബിളിൽ പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ വളരെ അടുത്താണ്. മനസ്സുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആമേൻ. ഞാനിത് പറയാൻ കാരണം എന്തെന്നറിയാമോ? 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ ഹന്ന എന്ന് പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹം, ആ സ്ത്രീ വീട്ടിലിരുന്ന് കരയുമായിരുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുമായിരുന്നു. ഭർത്താവ് എന്ന് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമായിരുന്നു. വാതിലടച്ച് ഫുഡ് കഴിക്കാതിരിക്കും, ആരോടും മിണ്ടത്തില്ല, വീട്ടിലിരുന്ന് കരയും. പക്ഷെ ഒരു ദിവസം അവൾ പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞു, ദേവാലയത്തിൽ പോയി കരഞ്ഞു. പുരോഹിതൻ സംശയിച്ചു, എന്തിനാണ് നിങ്ങളിങ്ങനെ, ആരെ കാണിക്കാനാണ് എന്നർത്ഥത്തിൽ ചോദിച്ചു. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആശയമായത്, വേദനയുള്ളവൻ്റെ വേദനിക്കുന്ന ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഭയങ്കര ശക്തമാണ്. അവൻ ആർക്കുമില്ലാത്തൊരു പരിഗണന ദൈവം അവന് കൊടുക്കും. ആമേൻ. അതുകൊണ്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നത്, അതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. യോഗ്യതയുണ്ടായിട്ടാണോ? അല്ല. യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യോഗ്യതയെക്കുറിച്ച് പരിശോധിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയും, പുള്ളിയോട് ഇറങ്ങി പോകാൻ പറ. ഒരു യോഗ്യതയില്ലാത്ത വീട്ടിൽ ജനിച്ചയാളാണ് ഞാൻ. ഒരു യോഗ്യതയുമില്ലാത്തൊരു സ്ഥലത്താണ് ജീവിച്ചതും. എല്ലാം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട് താനും. യോഗ്യത നോക്കിയായിരുന്നേ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ മനസ്സുരുകി ദൈവത്തെ വിളിച്ചാലുണ്ടല്ലോ, വേറെ ആർക്കും കിട്ടാത്തൊരു പരിഗണന വേദനിക്കുന്നവന് ദൈവസന്നിധിയിലുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ഞാൻ, അതിൻ്റെ തെളിവാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ നിൽക്കുന്ന ഞാനാണ്. ഹന്നായുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പറയുവാണ്. അവൾ പ്രാർത്ഥിച്ചത് ആദ്യം പറഞ്ഞത് എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ച്, ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. എവിടെ വെച്ച്? ഇത് വീട്ടിൽ നടന്ന കാര്യമാണ്, പള്ളിയിൽ നടന്ന കാര്യമല്ല. ഹന്ന വീട്ടിലായിരുന്നപ്പോൾ പറയുവാണ്, ചില വിഷമം വരുമ്പോൾ പുള്ളിക്കാരത്തി ഫുഡ് കഴിക്കൂല. നമ്മളെപ്പോലെ ചിലരെ പോലെ തന്നെ ഭക്ഷണം കഴിക്കില്ല. എനിക്ക് വേണ്ട, എന്നെ ആരും വിളിക്കേണ്ട, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് കിടക്കും. ഫുഡ് കഴിക്കാൻ പോകും, ഫുഡ് കഴിക്കത്തില്ല. വീട്ടിലിരുന്ന് കരഞ്ഞു, ഭക്ഷണം കഴിക്കാതിരുന്നു. ഭർത്താവായ ഏൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? നല്ലൊരു ഭർത്താവാണ്, എന്തായാലും നല്ലൊരു ഭർത്താവാണ്. പുള്ളിക്കാരത്തി കരഞ്ഞപ്പോൾ, നീ ടെൻഷൻ ആവണ്ട, കരയണ്ട. എത്രയോ ഭാര്യമാർ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെയും ചോദിച്ചാൽ മതിയായിരുന്നു എൻ്റെ പുള്ളിക്കാരൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ പുള്ളിക്ക് നല്ല ഭർത്താവാണ്. ഭർത്താവ് ചോദിച്ചു, ഹന്ന, നീ എന്തിനാ കരയുന്നത്? എന്തിനാ ടെൻഷൻ ആവുന്നത്? നീ എന്തിനു ദുഃഖിക്കൊന്നും വേണ്ട, ഡൗൺ ആവുമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു. ഞാൻ നിനക്ക് ഇനി 10-ാമത്തെ വാക്യമാണ്. ഒരു ദിവസം സങ്കടം വന്നപ്പോൾ വീട്ടിലിരുന്നല്ല കരഞ്ഞത്, പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞു, ദേവാലയത്തിൽ പോയിരുന്ന് കരഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ ദേവാലയത്തിലിരുന്ന് കരയുന്ന കരച്ചിലിന് പോലും 1000 മടങ്ങ് ശക്തിയുണ്ട്. ആമേൻ. ഇവിടെ ഇരുന്ന് നമ്മൾ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നതിനെ ഒരു ദൈവസന്നിധിയിൽ ഒരു വിലയുണ്ട്. 10-ാമത്തെ വാക്യം, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ കർത്താവിനോട് ദേവാലയത്തിൽ ചെന്ന് അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീട്ടിലിരുന്ന് കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അതിനൊന്നൊരു പ്രതിഫലം ഉണ്ടായതായി കാണുന്നില്ല. പക്ഷെ ഒരു പ്രാവശ്യം പള്ളിയിൽ പോയിരുന്ന് കരഞ്ഞു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്തു കരഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്തത്, അവൾ ഒരു നേർച്ച നേർന്നു. അത് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ചുമ്മാ കരഞ്ഞു, ചുമ്മാ പ്രാർത്ഥിച്ചു എന്നല്ല, അവളൊരു നേർച്ച നേർന്നു. നേർച്ച നേർന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും, പുള്ളി എന്തോ പൈസയായിട്ട് ഇടപാടുമായിട്ട് വരുവാന്ന്. നമുക്ക് നേർച്ച ഒന്നേ അറിയത്തുള്ളൂ, പൈസ, സ്തോത്രക്കാഴ്ച, ഡൊണേഷൻ. അവിടെ ഒരെണ്ണം പണിയാനുണ്ട്, ഇവിടെ ഒരെണ്ണം പെയിൻ്റ് അടിക്കാനുണ്ട്. ഞാൻ അങ്ങനത്തെ നേർച്ചയെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്.
പൈസ തരുന്ന നേർച്ചയെക്കുറിച്ചല്ല. ഹന്ന എന്നാ പറഞ്ഞത്? ഞാൻ ദേവാലയത്തിൽ ഒരു 10,000 രൂപ തന്നേക്കാം, ഞാൻ അവിടെ ആ കെട്ടിടം ഒന്ന് പടുതു തന്നേക്കാം. ഈ നേർച്ചയൊന്നുമല്ല, ഈ നേർച്ച അങ്ങനത്തെ നേർച്ചയല്ല. ഹന്ന പറഞ്ഞ നേർച്ച, എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവനെ ദൈവത്തിന് സമർപ്പിച്ചേക്കാം. ആമേൻ. നിങ്ങളിവിടെ ഇരുന്ന് നേർച്ച നേരുന്നത് ഞാൻ 1000 രൂപ ഇവിടെ കൊടുത്തേക്കാം, ഇതൊന്നും നിങ്ങൾ നേരണ്ട. പൈസയുമായി ബന്ധപ്പെട്ട നേർച്ചയൊന്നും വേണ്ടായിരിക്കാം. നിങ്ങളിങ്ങനെ നേര്, അനുഗ്രഹയിലെ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഈ യേശുവിൻ്റെ കൈകളുടെ ഉള്ളിൽ നിന്ന് എനിക്കിവിടെ നിന്ന് ദൈവം എന്നെ സഹായിച്ചുവെന്ന് ഒരു സാക്ഷി പറയാൻ ഞാൻ തീരുമാനിക്കുന്നു. നേർച്ച ഒരു പൈസ മുടക്കും ഇല്ലെന്നേ. പൈസയെ ഗീശയെ തൊടുന്ന കേസല്ല ഇത്. കെട്ടിടം പണിയുന്ന കേസല്ല, കുരിശുപള്ളി പണിയുന്ന കാര്യമല്ല, അരളിക്ക മേടിച്ചു തരുന്ന നേർച്ചയല്ല. ഇതൊന്നും നിങ്ങൾ നേരണ്ട. ഇവിടെ ദൈവം അനുഗ്രഹിച്ച് ഒന്നിനും കുറവില്ല. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, എല്ലാം ഭംഗിയായിട്ട് പോകുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ കെട്ടിട നിർമ്മാണമില്ല, റോട്ടിൽ കുരിശുപള്ളി പണിയാൻ പ്ലാനില്ല, ഇനി ബിൽഡിങ് സൂപ്പർ മാർക്കറ്റ് പണിയാൻ പ്ലാനില്ല, ഇവിടെ മറ്റ് ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് നടന്നു പോയാൽ മതി. സാമ്പത്തികമായി ബന്ധപ്പെട്ട ദൈവകൃപയാൽ ഒരാവശ്യം ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും സ്വമനസ്സാ നൽകിയവരിൽ നിന്നാണ് അത് മാറ്റിവെച്ച് ദശാംശം പോലെയാണ് സ്കൂൾ തുറന്നപ്പോൾ 400ഓളം കുട്ടികൾക്ക് ബാഗ് മേടിച്ചു കൊടുത്ത്. ആരും അങ്ങനെ പ്രത്യേകമായി പിരിവെടുത്തിട്ടല്ല, ഉള്ളതിൻ്റെ ഒരു ദശാംശം മാറ്റിവെച്ചതാണത്. ഞങ്ങളും ദശാംശം കൊടുക്കുന്നവരാണ്. ഈ ആലയത്തിലും 100 രൂപ കിട്ടിയാൽ അതിൻ്റെ ദശാംശം ആരുടെയും കണ്ണുനീരൊപ്പം മാറ്റും. അതിൽ കൂടുതലും മാറ്റിയിട്ടുണ്ട്. ഒരു നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചു? നേർച്ച നേർന്നു, എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. പൈസ കൊടുത്തേക്കാം, 2000 രൂപ തന്നേക്കാം, 10,000 രൂപ അവിടെ ഇട്ടേക്കാം. ഒരു കരി മേടിച്ച് നേർച്ചയല്ല. എനിക്ക് ആ കൊച്ചിനെ എടുത്തോണ്ട് ഞാൻ ഈ പള്ളി വന്നേക്കാം, ഞാനൊരു സാക്ഷ്യം പറഞ്ഞേക്കാം, ഞാനൊരു എൻ്റെ കുഞ്ഞിനെ മരണം വരെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കും. നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഇതെവിടെ ഇരുന്നാ കരഞ്ഞത്? ഇത് വീട്ടിൽ ഇരുന്ന് കരഞ്ഞ കരച്ചിലല്ല, ഇത് പള്ളി വന്നിരുന്ന് കരഞ്ഞലാണ്. ദൈവസന്നദ്ധിയിലിരുന്ന് കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവസന്നദ്ധിയിൽ പ്രത്യേക വിലയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. 26-ാമത്തെ വാക്യം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അവൾ പറയുന്നത്, വേദനയുള്ളവന്റെ പ്രാർത്ഥന ഭയങ്കര ശക്തമാണെന്നും ആർക്കും കിട്ടാത്തൊരു പരിഗണന മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവന് ദൈവം കൊടുക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് 26-ാമത്തെ വാക്യം. അവൾ പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് ഈ സ്ത്രീ. കുറേ നാളുകൾക്ക് ശേഷം വന്നിട്ട് പറയുവാണ്, പുരോഹിത, എന്നെ ഓർമ്മയുണ്ടോ? ഞങ്ങൾ ഈ കുറച്ച് നാളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു, നിങ്ങൾ എന്നെ വഴക്കു പറഞ്ഞായിരുന്നു, ആ സ്ത്രീയാണ് ഞാൻ. എന്നിട്ട് 27-ാമത്തെ വാക്യം, ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ അന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആമേൻ. മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറ്റെല്ലാവരുടെ പ്രാർത്ഥനയേക്കാൾ ദൈവസന്നിധിയിൽ ശക്തമാണ്. ആമേൻ. ആർക്കും കിട്ടാത്തൊരു പരിഗണന വേദനയോടെ പ്രാർത്ഥിക്കുന്ന നിനക്ക് ദൈവം ഇന്ന് തരും. ഹല്ലേലൂയ. ഇത്രയും അറിഞ്ഞിട്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത്രയും അറിഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ആർക്കും കിട്ടാത്തൊരു പരിഗണന ഇന്ന് ദൈവം എനിക്ക് തരും. അത്രയും മനസ്സ് മരവിച്ച ഞാൻ ഇങ്ങോട്ട് വന്നേ, മനസ്സ് വിഷമിച്ച ഇങ്ങോട്ട് കയറി വന്നേ. ആർക്കും കിട്ടാത്തൊരു പരിഗണന. ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകളടച്ച്, സമയം 12:15 ഒരിക്കൽ കൂടി ആ പാട്ടൊക്കെ ഒന്ന് പാടും. കരയല്ല്, വിഷമിക്കരുത്. സങ്കടമുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഭയങ്കര വിലയുണ്ട്. മറ്റാർക്കും കിട്ടാത്തൊരു പരിഗണന ദൈവം അവന് കൊടുക്കും. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അത് അനുഭവമുണ്ട്. അതുപോലെ തന്നെ മറക്കാതിരുന്നേ. പ്രാർത്ഥിക്കുന്ന എനിക്ക്, പ്രാർത്ഥിക്കുന്ന ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, എൻ്റെ സ്വപ്നങ്ങൾ,
തകർന്നു പോകാതിരിക്കാൻ പ്രാർത്ഥനയുള്ള ചില മനുഷ്യരെ കൊണ്ട്, സ്നേഹിക്കാൻ കൊള്ളുന്ന ഹൃദയമുള്ളവരെ കൊണ്ട് ദൈവം ചില വേലി എനിക്ക് പണിയും. ഹല്ലേലൂയ. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചിലർ മാലാഖമാരെ പോലെ ജീവിതത്തിൽ കയറി വരും. ആമേൻ. അവര് കാരണമാ പിടിച്ചു നിന്നത് കേട്ടോ. ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ചു പറഞ്ഞ വാക്കിലാണ് ജീവിതം വീണ്ടും തളിർത്തു തുടങ്ങിയത്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുന്നു കൊണ്ട് തന്നെ കണ്ണുകളൊന്ന് അടച്ചേ. നഴ്സറിയിൽ പോയി ഇഷ്ടപ്പെട്ട ചെടി, നല്ല പൂവ്, കൊള്ളാലോ, ഇതിന് എത്രയാവും സാറേ വില? ഇതിന് 100 രൂപ, 200 രൂപ, 300 രൂപയുണ്ട്. ആ 300 രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് വന്നു. കൊള്ളാം, നല്ല ചെടി, ആര് കണ്ടാലും നോക്കും. പക്ഷെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം വെള്ളം ഒഴിച്ചില്ല, പരിഗണിക്കുകയില്ല, അത് അവിടെ ഇട്ടു. ഒരാഴ്ച കൊണ്ട് അതിൻ്റെ കത്തിക്കൽ തീർന്നു, അത് വാടിപ്പോയിരിക്കുന്നു. മേടിച്ചാൽ മാത്രം പോരാ, സ്വന്തമാക്കിയാൽ മാത്രം പോരാ, അതിന് വേണ്ടതൊക്കെ കൊടുത്താലേ അതിൻ്റെ സൗന്ദര്യം പോകാതിരിക്കത്തുള്ളൂ കുഞ്ഞെ. ഹല്ലേലൂയ. അത് മനുഷ്യനായാലും ഭാര്യയായാലും ഭർത്താവായാലും നാട്ടുകാരനായാലും അയൽവാസിയായാലും. ഇനി ദൈവം നിനക്ക് തന്നൊരു അനുഗ്രഹത്തിൻ്റെ കാര്യവും അങ്ങനെയാണ്. ആമേൻ. ദൈവം നിങ്ങൾക്ക് തന്ന കൃപയുടെ കാര്യവും അങ്ങനെയാണ്. ഒരു കൃപ ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരു അനുഗ്രഹം ചോദിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ അതൊന്നും അത് ഇങ്ങനെ തിളങ്ങി നിൽക്കത്തില്ല. അതിന് വേണ്ടതൊക്കെ നമ്മളും കൊടുക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥന കൊടുക്കണം, സമർപ്പണം വേണം, ആമേൻ. സമയം കൊടുക്കണം, പ്രാർത്ഥനയിൽ സമയം മാറ്റിവെക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വാടിപ്പോകും. പ്രാർത്ഥിച്ചേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കരം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആമേൻ. ഒരാളിനോട് ഇങ്ങനെ പറഞ്ഞു, ചില സങ്കടമുള്ള സമയത്ത് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ചേർത്തൊരു കെട്ടിപ്പിടുത്തമുണ്ട്. ചില മനുഷ്യർ നമ്മളെ ഇങ്ങനെ വല്ലാതെ ചേർത്ത് കെട്ടിപ്പിടിക്കും. ഇതുപോലെ ദൈവസന്നിധിയിൽ വരുന്ന ചിലരെ ദൈവം ചേർത്ത് കെട്ടിപ്പിടിക്കാറുണ്ട്. ഹല്ലേലൂയ. ധൂർത്തപുത്രൻ പോയി പന്നിക്കുഴിന്ന് ദുർഗന്ധമുള്ള ശരീരവും വസ്ത്രവുമായി വന്നപ്പോഴും ആ അപ്പൻ അവനെ ഓടിച്ചെന്ന് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഇതുപോലെ തകർന്നിരിക്കുന്ന നിങ്ങളെ ദൈവം ചേർത്ത് കെട്ടിപ്പിടിക്കും. അവിടെ മുതലാണ് കുഞ്ഞെ പ്രത്യാശ തുടങ്ങുന്നത്. ആമേൻ. അവിടെ മുതലാണ് നമ്മൾ ജീവിച്ചു തുടങ്ങുന്നത്. അവിടെ തുടങ്ങിയാണ്, അവിടെ തൊട്ട നമുക്കൊരു സന്തോഷം വരുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, പ്രിയപ്പെട്ടവരെ, വീട് കിട്ടണം, ജോലി കിട്ടണം, വിസ കിട്ടണം, വിവാഹം നടക്കണം എന്ന് മാത്രമല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവസ്നേഹം അറിയണം, ആമേൻ. വിശ്വാസം നിങ്ങൾക്ക് വേണം, ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധം ഉണ്ടാകണം, നിത്യജീവൻ എന്നാണെന്ന് അറിയണം, ആമേൻ. ദൈവശക്തി എന്നാണെന്ന് അറിയണം. ഹല്ലേലൂയ. അതുകൂടെ വേണം. വിസ കിട്ടണം, ജോലി കിട്ടണം, സ്ഥലം മേടിക്കണം, വീട് പണിയണം, വീട് വിൽക്കണം, കല്യാണം നടക്കണം, പിള്ളേര് വേണം, കടലും കരയും കിടന്ന് പോകണം. ഇത് മാത്രമല്ല വേണ്ടത്. നിങ്ങൾ ദൈവത്തെ അറിയണം, ആമേൻ. ദൈവത്തിന്റെ സ്നേഹം അറിയണം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കാരുണ്യം അറിയണം. ആമേൻ. ഇതൊക്കെയും ജീവിതത്തിന് ആവശ്യമാണ്. കാര്യങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് എല്ലാവരും പറ്റുവാണെങ്കിൽ ഒക്കുന്ന പോലെ ശബ്ദമുയർത്തി സാധ്യമായിടത്തോളം ആത്മാവിൽ നിറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കൂടെ വന്ന ആരും ഞാൻ കാരണം വാടിപ്പോകരുത് കേട്ടോ, വാടിപ്പോകരുത് കേട്ടോ. അത് ഭാര്യയാകാം, ഭർത്താവാകാം, വേണ്ടതൊക്കെ കൊടുക്കണം. വേണ്ടതൊക്കെ കൊടുത്തില്ലെങ്കിൽ മനുഷ്യരായാലും ചെടിയേക്കാൾ വേഗത്തിൽ വാടിപ്പോകും കേട്ടോ. ചിലരൊക്കെ വാടിപ്പോയപ്പോൾ ആത്മഹത്യ ചെയ്തു, ചിലരൊക്കെ വാടിപ്പോയപ്പോൾ വിഷമെടുത്ത് വായിലൊഴിച്ചു, ചിലരൊക്കെ വാടിപ്പോയപ്പോൾ കയറെടുത്ത് കെട്ടി തൂങ്ങി, ചിലരൊക്കെ വാടിപ്പോയപ്പോൾ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി, ചിലർ ആ പുഴയെ ചാടി, ചിലരൊക്കെ മരിച്ച വാർത്ത നമ്മൾ കേൾക്കുന്നത്. അവർ വാടിപ്പോയപ്പോൾ പിടിച്ചു നിൽക്കാനൊന്നും കണ്ടില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ ദൈവം പിടിച്ചു നിർത്താൻ സഹായിക്കും കേട്ടോ. പ്രാർത്ഥനയുള്ള മനുഷ്യർ ജീവിതത്തിൻ്റെ വേലിയായി മാറും. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി ചേർത്ത്, എന്റെ മകളല്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ, തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ ചിലരെല്ലാം ഈ വചനങ്ങളെ നന്നായി സ്പോഞ്ച് വെള്ളം സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹമായിട്ടത് മാറും.
ഇന്ന് വചനം കേട്ട നമ്മളെല്ലാവരും എന്തായിട്ട് മാറണമെന്നറിയുമോ? ഞാനും നമ്മളെല്ലാവരും ഹ്യൂമൻ മെഡിസിൻ, മനുഷ്യമരുന്നുകളായി മാറുവാണ്. എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിലും ചിലർക്കെങ്കിലും ഒരാശ്വാസമായി മാറുന്ന ഒരു മരുന്നായിട്ട് നമ്മുടെ ലൈഫ് മാറട്ടെ.